ഹലോ. അപ്പോൾ നമ്മുടെ വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ടാണ് കേട്ടോ വീഡിയോ വരുന്നത്. നമ്മളിന്ന് ചെക്കൻ്റെ വീട്ടിൽ കല്യാണമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ വീട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ. അവിടെ അടുത്ത് ഇറങ്ങി നിൽക്കുക ചെയ്തത്. ബസ്സിൽ വരും. അപ്പോൾ നമ്മളെല്ലാവരും ബസ്സിലാണ് പോണത്. അപ്പോൾ അനിയത്തിയും കസിൻസും എല്ലാവരും ഉണ്ട്. ഒരു ഉച്ച സമയത്താണ് ഞങ്ങൾ പോണത്. ഒരു 12-12:30 സമയത്ത്. ആ സമയത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മൾ പാലക്കാട് ആയതുകൊണ്ട് അതുപോലെ തന്നെ നല്ല ചൂട് വരുന്നുണ്ട്. 40 ഡിഗ്രിയൊക്കെ കേട്ടോ ചൂട് വരുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിൽ കുറച്ച് പേര് കയറി. ബസ്സിൽ നമ്മളെല്ലാ കസിൻസും ഉണ്ട്. ബസ്സിലെല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മായികളും അതുപോലെ തന്നെ മൂത്തമ്മമാരും നമ്മളെ മറ്റ് കസിൻസൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ എ സി ബസ്സായിരുന്നു. അപ്പോൾ നമുക്കത് പുറത്തുനിന്ന് കയറിയ ചൂട് ഉള്ളിൽ കയറിയപ്പോൾ നമുക്കത് കംഫർട്ടബിളായിട്ട് തോന്നി കേട്ടോ. ഇരിക്കാനും ഒക്കെ ഒരു കംഫർട്ടബിളായിട്ട് തോന്നി. പിന്നെ നമ്മളെ കുട്ടീസും കാര്യങ്ങളെല്ലാവരും ഉണ്ട്. 1 മണിക്കൂറൊക്കെ യാത്ര വരുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം കസിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വൈബിൽ അങ്ങനെ പോയിട്ടോ. പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് പേര് നമ്മളെ കുട്ടീസ് കുറച്ച് ബാക്കിൽ ഇങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ചൊക്കെ നിന്ന് സംസാരിച്ച് നമ്മൾ വാഴ 2ൻ്റെ കഥ കേട്ടോ പറഞ്ഞത്. നിങ്ങളാരും വാഴ 2 കണ്ടോ? അടിപൊളി സിനിമ അല്ലേ? അപ്പോൾ ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതായത് പേരൊക്കെ കൊടുത്തിട്ട് ഒരു നെയ്മി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയിമക്കുട്ടി അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അവർ പിസ്തടയും മുന്തിരിയുടെയും ക്രഷ് ഇട്ടിട്ട് വെള്ളമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അയിമക്കുട്ടി നോക്കുന്നുണ്ട്. പക്ഷേ അയിമക്കുട്ടി രണ്ടും കുടിച്ചില്ല കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ വെള്ളങ്ങളൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പിസ്തയുടെ വെള്ളം കുടിച്ചിട്ടുണ്ട്. പുറത്ത് നല്ല ചൂട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളം കുടിച്ചപ്പോൾ തന്നെ നമ്മൾ ഏതാണ്ടൊക്കെ ഓക്കെ. പിന്നെ നമ്മൾ എത്തിയപ്പോൾ 1:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടൈം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻ്റെ ഭാര്യയാണ് കേട്ടോ, എൻ്റെ നാത്തൂനാണ്. അപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനാണ് പോയത്. കാരണം ഗ്രൂമും ബ്രൈഡൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയും നമ്മളെ വീട്ടിലത്തെ പോലെ തന്നെ ബിരിയാണിയും സുർബേനിയും ചില്ലിയും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു. നമ്മൾ കപ്പിൾസ് എൻട്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ചന്തത്തിൽ അവർ നന്നായിട്ട് ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ അവരെ നേരിട്ട് കാണാൻ. വീഡിയോയിൽ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവർ ചന്തത്തിൽ മാറ്റി വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സിങ് കാര്യങ്ങൾ. നമ്മൾ എത്ര ന്യൂ ജനറേഷനായി പറഞ്ഞാലും ഈ ഒരു ടൈം അതൊരു നമുക്കൊരു എന്താ പറയുക മടിയും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമുണ്ട്. കാരണം നമ്മളെല്ലാവരും നമ്മളെ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമ്മളെ മുഖത്ത് പല എക്സ്പ്രഷനും കാര്യങ്ങളും വരും കേട്ടോ. അതവർ രണ്ടുപേരെ മുഖത്തും കാണാനുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫോട്ടോഗ്രാഫേഴ്സ് പിന്നെ നമ്മളിഷ്ടപ്രകാരം നടന്നു പോകാനും സ്റ്റേജിൽ കയറാനും ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് സാധിക്കില്ല. കാരണം ഫോട്ടോഗ്രാഫേഴ്സ് പറയണവർ നമുക്ക് ഓരോന്ന് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അത് കുറേ വെയിറ്റ് ചെയ്തിട്ടോ. കാരണം അവർക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ നമ്മളങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കാരണം എല്ലാവരും അവരെ തന്നെ ഇങ്ങനെ കാരണം കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് സമയമൊക്കെ പോയിട്ടുണ്ട്. കാരണം അവർ പറയുന്ന സമയത്തെല്ലാം നമുക്ക് അവിടെ കയറാൻ കഴിയുള്ളൂ. അപ്പം എൻ്റെ പോലെ തന്നെ അയിമക്കുട്ടിയും ഫോട്ടോ എടുക്കണം. എൻ്റെ മറ്റേ ഫോണിൽ അവളൊരു ഫോണിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വേണ്ട നീ എടുക്കണ്ട അവൾ എടുക്കുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ മാഷാ അല്ലാഹ് അപ്പോൾ രണ്ടുപേരും സ്റ്റേജിലേക്ക് കയറി നല്ല അടിപൊളി എൻട്രി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അവരെ കൂടെ നിന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി സ്റ്റേജ് നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ അയിമക്കുട്ടി ഞാനൊന്ന് ആദ്യം പോയി ഒന്ന് സെൽഫി എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും എൻ്റെ കസിൻസും അതുപോലെ തന്നെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ബസ്സിൽ നമ്മളെ കുട്ടീസും കാര്യം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങി ഓരോ വെള്ളം കുടിച്ചിട്ടോട്ടോ പോകുന്നത്. അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.